ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഇഞ്ചി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. ഇതിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അരിയുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി നല്ലത് ഇതുപോലെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ക്യാപ്സിക്കം, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു വിടാൻ പറ്റും. അതല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ക്യാപ്സിക്കം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയന് പകരം നമുക്ക് സാധാരണ സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അധികം മസാലയൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പൊടി നമ്മൾ സ്പൂണിൽ അളന്നെടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു 4 സ്പൂണോളം അളന്നെടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പോളം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കിതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം അരിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇത് നമുക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സ്പൂൺ തന്നെ വേണം, കുറച്ചിങ്ങനെ കട്ടിയിലിരിക്കാനാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനി വേറെ ഒന്നും തന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളം പോലും ഇതിൽ ചേർക്കേണ്ട കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഡോ ഉണ്ടാക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴച്ച് എങ്ങനെയാണ് വയ്ക്കുക അതുപോലെ. അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് നല്ലോണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിന് പകരം നമ്മൾ കോൺഫ്ലോർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുറച്ചുകൂടി നല്ലത് അരിപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉരുളകളൊക്കെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ടുള്ള ഉരുളകളൊക്കെ നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ തന്നെ എണ്ണ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉരുളകളെല്ലാം ഇതുപോലെ വറുത്തെടുക്കണം. നമ്മൾ സാധാരണ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കില്ലേ, മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ അത്രയും വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതിൽ കോളിഫ്ലവർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കഴിക്കാം കേട്ടോ. ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ഇതിനെ വേവിച്ചെടുക്കരുത്, ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം ഇതിൻ്റെ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. നമ്മൾ പച്ചയ്ക്കല്ലേ കോളിഫ്ലവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഹാഫ് കുക്കെങ്കിലും ഇതിൻ്റെ ഉള്ളിലായി വരണം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് നന്നായി ആയി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ല രുചിയാണ്, നല്ല മണമാണ് നമ്മളിതിൽ മല്ലിയിലൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ നല്ലതാണ്, ടിഫിനാക്കിയിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഉരുട്ടിയെടുത്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇതിനെ 2 ഭാഗം മൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അടുത്തതും കൂടെ ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ഒന്ന് വാർന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതാ നല്ലോണം ഇത് രണ്ട് സൈഡും ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ മുങ്ങിയൊക്കെ എടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എണ്ണ അതുപോലെ ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നമ്മൾ അരിപ്പൊടി 1/2 കപ്പോളം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി സ്റ്റൗവിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ, ഏതാണ്ട് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ, 1 സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും, ഒരു 2 തക്കാളിയും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വിശപ്പും കൂടെ മാറും. ഞാനിത് ഇടയ്ക്ക് വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഈ ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമ്മൾക്ക് മഞ്ചൂരിയനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വേഗം തന്നെ ഇങ്ങനെ തിക്കായി വരുന്നതാണ്. നല്ലോണം ഈ ഒരു തിക്ക് പേസ്റ്റായി വരണം. ഇത് കോൺഫ്ലോർ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണ്, മാക്സിമം 2 സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. ഇത് പൊട്ടാത്ത രീതിയിൽ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ലോണം ഇങ്ങനെ സോഫ്റ്റായി വരികയും ചെയ്യും. നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഞാനിവിടെ അതൊന്ന് ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കടായി നല്ല അടിക്കാനുള്ള കടായിലാണെങ്കിൽ പെട്ടെന്ന് ചൂട് പിടിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു അരിപ്പൊടി നല്ലോണം കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇതിലാണ് കേട്ടോ ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് മാത്രം നമ്മൾക്ക് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കിയാൽ മതി. നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. ഇത് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്രേവിയിലിട്ട് ചൂടോടുകൂടി കൊടുക്കുമ്പോൾ പാൽക്കപ്പയൊക്കെ എങ്ങനെയാണോ ഇരിക്കുക, ഗ്രേവിയും അതുപോലെ തന്നെ കപ്പയും കൂടെ അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞത് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ കഴിക്കാനൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.